സമാദരണീയനും സർവയോഗ്യനും പണ്ഡിത ഗുരു വരേണ്യനുമായ നമ്മുടെ ഉമർ മുക്കം ഫൈസിയുടെ ഈ ജമാഅത്ത് ഇസ്ലാമി വിരോധം വളരെ കടുത്ത ഭാഷയിൽ കട്ടിഭാഷയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിനും RSSനും അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘടനകൾക്കൊന്നുമില്ലാത്ത അത്രയും ദേഷ്യവും രോക്ഷവും ഒക്കെയാണ് ഉമർ മുക്കം ഫൈസി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെയാൽ നയിക്കപ്പെടുന്ന ഒരു കൗമിന്റെ സ്ഥിതി സത്യം പറഞ്ഞാൽ ഓർത്തപ്പം വലിയ വിഷമം തോന്നി. ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു ഈ RSSകാരാൽ ഒരുപക്ഷെ ഈ സമുദായം നയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും ഇവരെയൊക്കെ കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് രാവിലെ എനിക്കറിഞ്ഞൂടാ. ഏതായാലും പുള്ളിയുടെ പ്രസ്താവന ഇതാണ്: ജമാഅത്ത് ഇസ്ലാമി ഒരു ഭീകര സംഘടനയും ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തോട് യോജിക്കാത്തതുമാണ്. എന്നാൽ കാര്യം പറഞ്ഞാൽ ആളെ കമ്മ്യൂണിസ്റ്റ് ആക്കുകയാണ് എന്നാണ് പുള്ളി പറയുന്നത്. ഗ്രാവലിറക്കാൻ ഒരു ലോറി വന്ന് തിരിച്ചപ്പോ അവന്റെ നേരെ റോഡിലിരിക്കുന്നവർ വർത്താനം പറഞ്ഞതുപോലെ ചാടി അങ്ങോട്ട് ചെന്ന നിലവാരമാണ് ബഹുമാനപ്പെട്ടവർക്കൊക്കെ ഉള്ളത്. അപ്പൊ ഈ ബഹുമാനപ്പെട്ടവരോടും ഇത്തരം ആദർശങ്ങളിൽ നിൽക്കുന്ന ചില ഒറ്റപ്പെട്ട വരേണ്യന്മാരോടും ഇതൊന്നും അറിയാത്ത കുറച്ച് പാവങ്ങളായ ഇവരെയൊക്കെ ഈ നയിക്കപ്പെടാൻ യോഗ്യരാണെന്ന് വിശ്വസിക്കുന്നവരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഭൗതിക ജ്ഞാനമോ വിവരമോ അത്തരം ചിന്തകളോ ഒന്നുമില്ലാതെ വേറൊരു കാലത്ത് ജീവിച്ച് വേറെന്തോ സ്വപ്നലോകത്ത് കഴിഞ്ഞുകൂടുന്നവരാണ്. ഇവരെ മുന്നിൽ രണ്ട് കാര്യങ്ങളെ ഇവർക്കറിയാവൂ. ഒന്ന്, ഒരു വിദൂര ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് അവിടെ നടന്നിരുന്ന കുറച്ച് കഥകൾ, കുറച്ച് ഉപകഥകൾ, അത് വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ ഇങ്ങനെ കത്തിപ്പിച്ച് പരിഭ്രമിപ്പിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനം. പിന്നെ ഇവർക്കറിയാവുന്നത് ഒരു അങ്ങ് ദൂരത്തുള്ള ഒരു ഭാവി കാലം. ദൂരത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ വിചാരണയും പിന്നെ ലോകാവസാനവും ഒക്കെ കഴിഞ്ഞ് സ്വർഗവും നരകവും ഒക്കെ ആവുന്ന ഒരു കാലത്ത് വരുന്ന അരുവികൾ ഒഴുകുന്ന നരകവും അത്തരം കാര്യങ്ങളും ഒക്കെയാണ്. ഈ വർത്തമാന കാലഘട്ടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഈ സമീപ ഭൂതകാലവും സമീപഭാവിയും വർത്തമാനവും ഒന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഇവര് ആർക്കൊക്കെയോ വേണ്ടി അവരുടെ ഗുണത്തിന് വേണ്ടി അവരെന്തെങ്കിലും കൊടുക്കുകയോ അവരെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഈ കാശ് കട്ടെടുത്തതിന്റെ കേസോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ള ഒരു അഭ്യാസമാണ് ഒരുപാട് ആളുകൾ കാണിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജമാഅത്ത് ഇസ്ലാമി ഒട്ടും അടുക്കാൻ കൊള്ളാത്ത, ഒരു കാരണവശാലും യോഗ്യമല്ലാത്ത ഭീകരരും ഭീകരവാദികളും ഒക്കെയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ എടുത്തിട്ടുള്ള, വിവാഹ ബന്ധങ്ങൾ എടുത്തിട്ടുള്ള, സംബന്ധം നടത്തിയിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും എല്ലാം വിച്ഛേദിച്ച് അവരുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കാൻ ഈ പറയുന്നവരാരെങ്കിലും തയ്യാറാണോ? അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടോ? അവരുടെ മക്കളെയോ ചെറുമക്കളെയോ കെട്ടിച്ചുവിട്ടിട്ടുണ്ടോ ആ കുടുംബങ്ങളിൽ? അവരുമായിട്ട് ഇപ്പോഴും ബന്ധം നിലനിർത്തുന്നുണ്ടോ? അവിടെ പോയി വലിയ പണക്കുറുപ്പായി ആഹാരം കഴിക്കുന്നുണ്ടോ? അതിന്റെ മുന്നിൽ പോയി നിവർന്നിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കാവോ? ഈ സമസ്തയിലെ മുൻനിര നേതാക്കളിൽ എത്ര ആളുകൾ ഈ ജമാഅത്ത് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹം എടുത്തിട്ടുണ്ട്, മക്കളെ കെട്ടിച്ചിട്ടുണ്ട്, പെങ്ങന്മാരെ കെട്ടിച്ചിട്ടുണ്ട്, പെങ്ങന്മാരുടെ മക്കളെ കെട്ടിച്ചിട്ടുണ്ട്? അവരുമായിട്ടൊക്കെയുള്ള കുടുംബ ബന്ധം വിച്ഛേദിക്കുമോ? വിച്ഛേദിക്കത്തില്ല. അപ്പൊ ഇത് തൊടാൻ പറ്റാത്ത, സാമൂഹ്യമായി നമ്മൾ അടുത്തുകൂടാത്ത ഭീകരവാദികളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെ ഈ ജമാഅത്ത് കുടുംബത്തിലേക്ക് ആളുകളെ കെട്ടിച്ചുവിടുന്നത്? എങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിച്ച് വീടൊക്കെ വെച്ചേക്കുന്നിടത്ത് പോയി നമ്മൾ അന്തി ഉറങ്ങും? എങ്ങനെ പോയി അവരുടെ ചാപ്പാടടിക്കും? എങ്ങനെ അവരുടെ ഇത് കാശ് വാങ്ങിക്കും? അപ്പൊ ഇതൊന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ഒരു ചരിത്രം, ഈ ഞാനിതിനെക്കുറിച്ചൊന്ന് പഠിച്ചു, ഒന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മലപ്പുറത്ത് ദാറുൻ നജാദ് എന്ന് പറയുന്ന ഒരു അറബി കോളേജ് ഉണ്ട്. അത് 90കളിൽ സ്ഥാപിച്ച ഒരു അറബി കോളേജാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 90കളിൽ ഈ അറബി കോളേജ് സ്ഥാപിക്കുമ്പോൾ KT ഉസ്താദിന്റെ കാലഘട്ടത്തിലാണ്. ഈ കോളേജിൽ ഒരു വനിതാ അറബി കോളേജ് തുടങ്ങി, ഒരു ബനാത്ത് തുടങ്ങി. ഈ ബനാത്തും അറബി കോളേജും ഒക്കെ നടത്തുമ്പോൾ
അവിടെ അധ്യാപകരായിട്ട്, ഇത് സുന്നി മേഖലയിലെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നി മേഖലയിലെ ആദ്യത്തെ കോളേജുകൾ എന്നുള്ള നിലയിലാണ് ഈ കോളേജുകൾ വരുന്നത്. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരെ വേണം, പ്രിൻസിപ്പൽമാരെ വേണം, അത്തരം ആളുകളെയൊക്കെ വേണം. അന്ന് ഈ പറയുന്നത് പോലെ മുജാഹിദ് കോളേജുകളിൽ പഠിച്ചവരെ, ജമാഅത്ത് ഇസ്ലാമി കോളേജുകളിൽ പഠിച്ചിറങ്ങിയ എത്രയോ വനിതകൾ ഈ ദാറുൻ നജാദ് എന്ന് പറയുന്ന സുന്നി കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവര് വല്ലതും മിണ്ടിയിട്ടുണ്ടോ? കെ ടി ഉസ്താദിന്റെ കാലഘട്ടമല്ലേ? ജമാഅത്തും മൗദൂദിയൊക്കെ അതിനു മുമ്പ് പറഞ്ഞതല്ലേ? എന്തേ ഇവർ എതിർക്കാതിരുന്നത്? എന്തേ പറഞ്ഞുകൂടാതിരുന്നത്? എന്റെ ഒരു മനസ്സിലാക്കലിൽ കുന്നക്കാവ് അബൂബക്കർ മൗലവി, പിന്നെ മഞ്ചേരിയിൽ നിന്ന് DD ആയി റിട്ടയറായ ഒരു കുഞ്ഞുമൊയ്തീൻ സാഹിബ്, ഇവരൊക്കെ ഈ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പൽമാരായും ഉത്തരവാദിത്തപ്പെട്ടവരായും ജോലി ചെയ്തിരുന്നു. ഈ ദാറുൻ നജാദ് കോളേജുമായി ബന്ധപ്പെട്ട് ഓർഫനേജ് അടക്കമുള്ള സ്ഥാപനങ്ങളുള്ളപ്പോൾ അവിടെ കൊടുക്കുന്ന ഭക്ഷണം ഒരു നേർച്ച പോലെ ആയതുകൊണ്ട് മുജാഹിദ് ആദർശം സൂക്ഷിക്കുന്ന ചില അധ്യാപികമാർ അവിടുന്ന് ആഹാരം പോലും കഴിക്കാതെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാടുപെട്ടിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പിന്നെ അതുപോലെ മുജാഹിദിന്റെ വളരെ പ്രശസ്തമായ പല സ്ഥാപനങ്ങൾ, അവർക്കാണല്ലോ ആദ്യം ഈ അറബി കോളേജ് PG ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കാലത്താണല്ലോ ഈ സമസ്തയ്ക്കും ഒക്കെ ഈ അറബി കോളേജുകളൊക്കെ ലഭിക്കുന്നതുമൊക്കെ. ആ കാലഘട്ടത്തിൽ പോലും 7, 8, 9 എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇപ്പോഴും മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞത്, ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ PG ഉള്ള അറബി കോളേജുകളിൽ പോയി പഠിച്ചാണ് ഇന്ന് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരായത്. ആരും പഠനം വിലക്കിയില്ലല്ലോ, അന്നാരും ഒന്നും പറഞ്ഞില്ലല്ലോ, പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ കുടുംബ ബന്ധത്തിലില്ല. ഇനി കച്ചവട ബന്ധത്തിലേക്ക് നോക്കിയാലോ, എത്രയോ ജമാഅത്തുകാരുമായി ചേർന്ന് സുന്നി ആദർശക്കാർ വ്യാപാര ബന്ധം നടത്തുന്നു, കച്ചവടം നടത്തുന്നു, കൂട്ടുതൊഴിലുകൾ നടത്തുന്നു, പാർട്ട്ണർഷിപ്പ് നാട്ടിൽ നടത്തുന്നു, വിദേശത്ത് നടത്തുന്നു. ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് അതെല്ലാം മുറിക്കാൻ ഈ മുക്കിയ ഉമർ മൗലവി ഒരു ഫത്വ പുറപ്പെടുവിക്കുമോ? ഇല്ലല്ലോ. പറയാൻ ധൈര്യമുണ്ടോ? സമസ്തയ്ക്ക് അതിന്റെ നേതാക്കൾക്ക് അമ്പലക്കടവനൊക്കെ പറയാമോ? അങ്ങനെ നിങ്ങൾ ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാരുമായ ആരുമായി വിവാഹബന്ധം അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം അവസാനിപ്പിക്കണം. അവർ നരകത്തിൽ പോകേണ്ടവരാണ്, ഭീകരവാദികളാണ്, അവരുമായിട്ട് പങ്കുവച്ചോടാൻ പാടില്ല, പാർട്ട്ണർഷിപ്പ് എല്ലാം നിർത്തണം. വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ ഈ പറഞ്ഞ അടുപ്പം, ബന്ധം അതിപ്പോഴും ഉണ്ട്, അത് അവസാനിപ്പിക്കണം. ഇല്ല, അവിടെയും ചെയ്യൂല. അപ്പൊ അവർക്കെന്താ വേണ്ടത്? ഈ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് മാറ്റിയടിക്കണം. എന്റെ പ്രിയപ്പെട്ട ദീനീ വിശ്വാസികളോട് പറയുന്നത്, അക്കാര്യത്തിൽ സയ്യിദ് ബാഫക്കി തങ്ങളാണ് ഏറ്റവും നല്ല മാതൃക. ഏതാണ്ട് 23 ഹജ്ജ് കർമ്മം അന്നത്തെ കാലത്ത് നിർവഹിച്ച് കന്തൂറ അണിഞ്ഞ് ആ വിശ്വാസത്തിന്റെ അടയാളങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഒടുവിൽ ജന്നത്തുൽ മുഅല്ലയിൽ കബറടക്കപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ. എന്തായിരുന്നു ബാഫക്കി തങ്ങളുടെ മാതൃക? ആദർശപരമായി സുന്നിയും ഒക്കെ സൂക്ഷിക്കുമ്പോഴും MK ഹാജി ദ്വാരക്കും ബാഫക്കി തങ്ങൾ ആമയും പിടിക്കും. അടുത്ത് പള്ളിയിൽ ചെല്ലുമ്പോഴോ തങ്ങൾ ഇമാമത്ത് നിൽക്കും, MK ഹാജി പുറകിൽ നിന്ന് നിസ്കരിക്കും. അവര് പല ആദർശങ്ങളും പല വിശ്വാസങ്ങളും ഒക്കെ തുടർന്നിരുന്നു. അവർ പിന്തുടർന്ന എന്താ? ഖുർആനിലെ വളരെ പ്രശസ്തമായ ഒരു വചനമാണ്. എന്ത്? വിശ്വാസികളെ നിങ്ങൾ സഹോദരങ്ങളാണ്, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യരോടെല്ലാം ഉള്ള ഒരുപാട് കടമകൾ പറഞ്ഞു. വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് സാഹോദര്യത്തെക്കുറിച്ച്. എന്തിനാണ് വിശ്വാസികൾക്കിടയിൽ സാഹോദര്യം വേണമെന്ന് അള്ളാഹ് പ്രത്യേകമായി താക്കീത് ചെയ്തത്? ഈ ഉമർ മുക്കിയെ പോലെയുള്ള തമ്മിലടിക്കാർ കൊരുത്തടിപ്പിക്കാൻ, കുഴപ്പിക്കാൻ വരുമ്പോൾ അത് ഖുർആനിലുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഖുർആനിലുണ്ട് എന്ന് വ്യക്തമായി പറയുന്നതിന് വേണ്ടിയാണ്. ഈ ഉമർ ബാഫക്കി തങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ ചെയർമാനായിട്ടിരുന്നു, വ്യത്യസ്തമായ സ്ഥാപനങ്ങളുടെ. യഥാർത്ഥത്തിൽ
ദീനും മുസ്ലിം ലീഗും എന്തിന് CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള കരുത്തന്മാരെ കണ്ടെത്തി രംഗത്തിറക്കിയത് ഉബാഫക്കി തങ്ങളാണ്. പാണക്കാട് കുടുംബം അവർ ദീനിന്റെ ആത്മീയ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കഴിയുമ്പോൾ അങ്ങനെയല്ല, ഭൗതിക സാമൂഹ്യ വിഷയങ്ങൾ കൂടി ഇടപെടണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഉബാഫക്കി തങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു പബ്ലിക് ഫേസിന്റെ എല്ലാം അടിസ്ഥാനം ഉബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന അസാധ്യനായ ഒരു മനുഷ്യനായിരുന്നു. 1921 മുതൽ 2021 വരെ ഈ മുസ്ലിം സമൂഹത്തിലെ സ്വാധീനിച്ച ബഹുമുഖ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമമായി എണ്ണി പറഞ്ഞ ഒരാളാണ് ഉബാഫക്കി തങ്ങൾ. അതുകൊണ്ട് ഈ ഉമർ മുക്കിയെ പോലെയുള്ള ആളുകൾ ബോധപൂർവം നടത്തുന്ന ഈ വെട്ടിയളക്കൽ എവരിതുണ്ടെങ്കിലേ ജീവിക്കാനൊക്കൂ. അല്ലാതെ ഈ ഉമർ മുക്കം ഫൈസിക്ക് വേറെന്തെങ്കിലും പറയാനൊക്കുവോ? പുള്ളി ജനങ്ങളെ സ്വാധീനിക്കാൻ എന്റെ ജീവിതം നോക്കി പഠിക്കുന്നു പറയാനൊക്കുവോ? എന്റെ സാമൂഹ്യ സംഭാവനകൾ നോക്കി പഠിക്കുന്നു പറയാനൊക്കുവോ? എന്റെ സംഘാടന മികവ് നോക്കി പഠിക്കുന്നു പറയാനൊക്കുവോ? പറ്റൂല. പിന്നെ പറയാനൊക്കുന്നത് ഈ വൃത്തികേടുകൾ നടന്നു പറഞ്ഞു മാത്രമേ ശ്രദ്ധേയനാവാനൊക്കൂ. അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ്. രാഷ്ട്രീയ ബന്ധം ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടികളുമായും ആരും ഉണ്ടാക്കാറുണ്ട്. കേരളത്തിലെ എല്ലാ മതസംഘടനകളുടെ വോട്ട് എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം മുസ്ലിം സംഘടനകൾ BJPയോട് ആഭിമുഖ്യം കാണിച്ചാൽ സ്വാഭാവികമായി അവർ ഈ വോട്ട് വാങ്ങിക്കും. എന്തിനാണ്? ഇലക്ഷനിൽ ജയിക്കാൻ. പക്ഷേ അത് വ്യാപകമായി ഒരാൾക്ക് ബ്രാൻഡ് നൽകുന്നു. എനിക്ക് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയത്തോട് ഇഷ്ടമില്ല. എല്ലായിടവും വെൽഫെയർ പാർട്ടി UDF മുന്നണിയുടെ ഭാഗമാണോ? അല്ല. അത് ഞാൻ മനസ്സിലാക്കി. ചില സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും പലതരം തന്ത്രപരമായ നിലപാടുകൾ പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥികളെ കാശ് കൊടുത്ത് പിൻവലിപ്പിച്ചിട്ടുണ്ട്, ചിലരെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ചിലർ നോമിനേഷൻ കൊടുത്തു, BJP സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു, എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്തു. ചിലര് പിൻവലിച്ചൂരി. ഇങ്ങനെയൊക്കെയുണ്ട്. ഞാനിപ്പോ മലപ്പുറത്തെ കരുവാരക്കുണ്ടിനെ കുറിച്ച് പഠിച്ചു. അവിടെയുള്ള 24 വാർഡുകളിൽ 13 സ്ഥലത്ത് ലീഗ് മത്സരിക്കുന്നു, 11 സ്ഥലത്ത് മറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നു, ഒരിടത്ത് സ്വതന്ത്രം മത്സരിക്കുന്നു. ലീഗ് മത്സരിക്കുന്ന 5 സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നു. അപ്പൊ പിന്നെ മുന്നണിയാണ്. അപ്പൊ അതൊന്നുമല്ല, ഇയാളെയൊക്കെ കലക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഈ സമൂഹത്തിന്റെ വോട്ട് ഭിന്നിപ്പിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി നടത്തുന്ന വെറും പ്രചരണം മാത്രമാണ് എന്ന് സമൂഹം തിരിച്ചറിയട്ടെ.